വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ടിരുന്നത് ഓർക്കിഡ് പ്രൊപ്പഗേഷൻ എങ്ങനെ നടത്താം എന്നുള്ളതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഓർക്കിഡ് കെയറിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇട്ടിരുന്നത്. എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല ഈ കാര്യത്തിൽ. അപ്പോൾ എല്ലാവർക്കും പല സംശയങ്ങളായിരുന്നു. ഓർക്കിഡ് തടിയിൽ വളരുമോ, ഓർക്കിഡ് അങ്ങനെ വളർന്നാൽ പൂവിടുമോ, ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്ന നിലയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓർക്കിഡ് നഴ്സറിയാണ്. അപ്പോൾ അവിടെ ഞാനിത് കണ്ടപ്പോൾ ഞാൻ അവരോട് അനുവാദം വാങ്ങിയൊന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇതൊരു വലിയ തടിയിലാണ് ഇത്രയും ഓർക്കിഡ് ചെടികൾ നിൽക്കുന്നതും അത് ഇത്രയും നന്നായിട്ട് പൂവിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നതും. അപ്പോൾ ഇത് കൂടാതെ ഇവിടെ ഒരുപാട് ഓർക്കിഡ് വെറൈറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ വേറെ പ്ലാന്റുകളും, നമ്മുടെ ഇൻഡോർ പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റ്സും പിന്നെ ബാൽക്കണിയിൽ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സും ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പം അത് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാനിവിടെ ഇവിടുന്ന് എനിക്ക് കുറച്ച് ഓർക്കിഡിൻ്റെ നടുന്ന രീതി എങ്ങനെയാണെന്നുള്ളൊരു അറിവും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ കാണാം. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു നടീൽ രീതിയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ കുറച്ച് യുണീക്കായിട്ട് തോന്നി. ഓർക്കിഡ് ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്നതിനിടയിൽ ഞാൻ ഈ ഒരു പ്ലാന്റ് കണ്ടു. ഇത് എയർ പ്ലാന്റ്സ് ആണ്. എയർ പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. കുറച്ച് വില കൂടുതലാണ്, പക്ഷേ എന്നാലും നമുക്ക് പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന, കാരണം വാട്ടർ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണത്. അപ്പോൾ ഇൻഡോറിനൊക്കെ നല്ല അതായിട്ട് ഇണങ്ങുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണത്. പിന്നെ കണ്ടത് ഇതുപോലുള്ള ഒരുപാട് ഓർക്കിഡിൽ തന്നെ വേറൊരു ടൈപ്പിൽ ഇതിപ്പോൾ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. വെറുതെ നിറയെ റൂട്ട്സ് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ചെറിയൊരു ഇതിൽ പ്ലാന്റ് നട്ടിട്ട്, ചെറിയൊരു പോട്ടിൽ നട്ടിട്ട് റൂട്ട്സ് ഫുള്ള് താഴേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു പ്ലാന്റിങ്ങും കണ്ടു. പിന്നെ ഈ വെറൈറ്റി എനിക്ക് കുറച്ച് ഡിഫറെൻ്റായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഇത് കോമ്പാക്റ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത് ഹൈറ്റ് കുറവായിരിക്കും, പക്ഷെ നിറയെ പൂവുണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ മിനിയേച്ചർ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓർക്കിഡ്സ് മാത്രമല്ല, ധാരാളം ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബാൽക്കണിയിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ്, ബാൽക്കണിയിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇതിൽ ആ നടുക്ക് കാണുന്ന പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്ക് പേര് പെട്ടെന്ന്, ഞാനത് വെള്ളത്തിൽ വെച്ചിട്ടാണ് വളർത്തുന്നത്, പേര് പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ ഇതൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ഭയങ്കര അട്രാക്റ്റഡ് ആവുകയാണ് ഇതിലേക്ക്. അപ്പം ഇങ്ങനെയുള്ള ചെടികളും എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. നേരത്തെ ഞാൻ തടിയിൽ ചെയ്തിരിക്കുന്ന ഓർക്കിഡ് കാണിച്ചല്ലോ, അതുപോലെ തടിയിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഇവർ ചെയ്തിട്ടുണ്ട്. ഓർക്കിഡ് മാത്രമല്ല, പിന്നെ അതുപോലെ ഓർക്കിഡ് തന്നെ പിന്നെ കണ്ടത് ചെറിയ ചെറിയ എന്താ പറയുക, ഈ കഷ്ണങ്ങളിൽ ചെറിയ കഷ്ണം വുഡിൽ ചെയ്തൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് പൂവിടുമോ എന്ന് ചോദിച്ചു, കാരണം എൻ്റേത് ഇതുവരെ പൂവിട്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് പൂവിടും, കൃത്യമായിട്ടുള്ള പരിചരണം കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് പൂവുണ്ടാവും എന്നാണ് അവർ പറഞ്ഞു തന്നത്. അതുപോലെ ചെറിയ പോട്ടിനകത്തുമൊക്കെ ഇത് കണ്ടു ഞാൻ. ഈ ഓർക്കിഡ്സൊക്കെ കുറച്ചും കൂടെ വില കൂടിയ എന്താ പറയുക പ്ലാന്റ്സ് ആണ്, വില കൂടിയ ഓർക്കിഡുകളാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ആദ്യം കുറച്ച് ചെറിയ വില കുറഞ്ഞ പ്ലാന്റ് ചെയ്ത് പരിചയം വന്നിട്ട് വേണം ഇനി ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട്. തീർച്ചയായിട്ടും ഞാനിതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. എൻ്റെ ബാൽക്കണിയിൽ കുറച്ച് ചെയ്യണമെന്നാണ് എൻ്റെ ആ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിനായിട്ട് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും.
ഈ സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണിത് വേറൊരു ചെടിച്ചട്ടിയിലേക്ക് നടേണ്ടതെന്ന് അവരെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം. ഇതുപോലെ ചുറ്റുന്ന ഹോളുള്ള മൺപോട്ടുകളാണ് ഏറ്റവും നല്ലത്. തണുപ്പ് കിട്ടാനും വേര് പിടിക്കാനും നല്ലത്. ഇതിൽ അടിയിൽ ഇത്രത്തോളം ഓട് കഷ്ണങ്ങൾ ഇട്ടിട്ട് ഈ ചെടി ആ കറുത്ത ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഇതിൻ്റെ അടിവശം പതിയൊന്ന് ഇങ്ങനെ വിടർത്തി കൊടുക്കണം. എടുത്ത് കളയരുത്, പതിയെ വിടർത്തി ഒരു ചെറിയ ഓട് കഷ്ണം ഇതിൻ്റെ ഉള്ളിൽ വെക്കണം, വേരുകൾ പെട്ടെന്ന് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിന് ഈ ഓടിലോട്ട് ഇങ്ങനെ വെക്കുക. ബാക്കിയുള്ള ഈ ഭാഗങ്ങളിലെല്ലാം ഓടും കരിയും ഉണങ്ങിയ ചാണകവും വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗമൊന്നും മൂടേണ്ട, ഈ തണ്ടുകളും കൊടുക്കണം. ഉണങ്ങിയത് വേണം, പച്ച കൊടുക്കരുത്. ഈ ഭാഗമൊന്നും മൂടരുത്, ഈ തണ്ടുകളും മൂടരുത്. ഈ ലെവലിൽ മാത്രം പ്ലാന്റ് ചെയ്ത് കൊടുക്കുക. ഡെയിലി രാവിലെ ടൈമിൽ നല്ലോണം നനച്ച് കൊടുക്കുക. വൈകുന്നേരങ്ങളിൽ നനയ്ക്കരുത്.